ചൂടുകാലവും ഉത്സവമാക്കുന്ന ദുബായ് വേനൽക്കാല ഉത്സവം അവസാനിച്ചിരിക്കുന്നു. ഉച്ചവിശ്രമ നിയമം പല ഗൾഫ് രാജ്യങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ട്. ചൂടിന് വലിയ കുറവൊന്നുമില്ല. എങ്കിലും വളരെ സന്തോഷത്തോടെ പ്രവാസികൾ മുന്നോട്ട് പോവുകയാണ്. കാരണം രൂപയ്ക്ക് നല്ല വിലയിടിവാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പണം നാട്ടിലേക്ക് അയക്കുന്നതിൻ്റെ സന്തോഷമാണ് പ്രവാസികൾക്ക്. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ലോകത്തിലെ മുന്തിയ കാറുകൾ നിറഞ്ഞോടുന്ന ദുബായ് നിരത്തുകളുടെ വണ്ടി ഓടിക്കാൻ ഏതൊരാൾക്കും ആഗ്രഹം തോന്നും. അത്തരത്തിൽ 10 വർഷം മുമ്പാണ് മജീഷ്യൻ ചാർലിക്ക് ഈ റോഡിലൂടെ എന്നെനിക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന ആഗ്രഹം തോന്നിയത്. പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ആഗ്രഹം ഒരു മൂലയ്ക്ക് മാറ്റിവെച്ചു. പക്ഷേ തന്നെ പോലെ ബലഹീനതയുള്ള ഒരു പെൺകുട്ടി ദുബായ് നിരത്തുകളിലൂടെ വണ്ടി ഓടിച്ചുവെന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചാർലിക്കും ഈ ആഗ്രഹം വീണ്ടും ഉദിച്ചത്. അങ്ങനെ പ്രയത്നിച്ചു. 1-2മല്ല, 8ാം തവണ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി ദുബായിയുടെ സ്വന്തം മജീഷ്യൻ ചാർലി. പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിന്റെ അത്രയും പോലും പൊക്കം ചാർലി എന്ന UAE-യിലെങ്ങും അറിയപ്പെടുന്ന വിനോദിനില്ല. 10 വർഷം മുൻപ് ദുബായിലെത്തിയ നാൾ മുതൽ ചാർലിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം ദുബായിയുടെ രാജപാതയായ ഷേഖ് സായിദ് റോഡിലൂടെ വണ്ടി ഓടിക്കണം. ആഗ്രഹം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടെ എവിടെയോ ഞെരിഞ്ഞമർന്നു. 116 സെന്റിമീറ്റർ പൊക്കവുമായി അതേ പൊക്കത്തിലുള്ള കുട്ടികളെ രസിപ്പിച്ചും 6 അടി പൊക്കക്കാർക്കിടയിൽ രാജാവായി അഭിനയിച്ചും ചാർലി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇതിനിടയിൽ തന്റെ ബലഹീനത അംഗീകരിച്ച് സ്നേഹത്തോടെ ഒപ്പം കൂടിയ ജിജിക്കൊപ്പം ജീവിതം കുറച്ചുകൂടി ആസ്വാദികരമാക്കി. ചെറിയ ജാലവിദ്യകളും മുഖചിത്രം വരെയും പാർട്ടി പരിപാടികളുമായി കഴിഞ്ഞ മജീഷ്യൻ ചാർലി എന്ന പന്തളംകാരൻ വിനോദ് അൽ അസ്വ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങി. പിറന്നാൾ ആഘോഷം മുതൽ കോർപ്പറേറ്റ് കമ്പനികളുടെ സ്റ്റാഫ് പാർട്ടിയിൽ വരെ ചാർലിയുടെ കുഞ്ഞുകാലുകൾ ഓടി നടന്നു. എപ്പോഴും 3-4 ഡ്രൈവർമാർ ദിവസവും പ്രോഗ്രാംസുകളാണ്, 5-6 7 പ്രോഗ്രാംസുകളാണ്. അപ്പോൾ ഓരോ ഡ്രൈവർമാരെയാണ് എപ്പോഴും വിളിക്കുന്നത്. പുറത്തുള്ള ഡ്രൈവർമാരെ വിളിച്ച് മാറി മാറി അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പം ഫാമിലി എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും ദുബായ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൊരു ഇത് ഇല്ലല്ലോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ അങ്ങോട്ട് പരിശ്രമിച്ചിട്ടുമില്ല, അതിനെപ്പറ്റി കൂടുതൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ഇതുണ്ട് എപ്പോഴും. തന്റെ അത്രയും പൊക്കമുള്ള മലയാളിയായ നീന എന്ന പെൺകുട്ടി ദുബായിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ വാർത്ത കേട്ടാണ് പഴയ ആഗ്രഹം ചാർലി പൊടിതട്ടിയെടുത്തത്. ഇവിടെ ദുബായിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മഹാഭാഗ്യം കൂടാണ്. എൻ്റെ ഒരു ഇതിൽ കാണുന്നത് ഒരു മഹാഭാഗ്യം കൂടാണ്. പിന്നെ അതിൻ്റെ തന്നെ ദുബായ് ലൈസൻസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ശകലം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞ് ഞാൻ ഇവിടെ എന്നെപ്പോലെ ഒരു സെയിം ഹൈറ്റുള്ള ഒരു കുട്ടി നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലുള്ള ഒരു പെൺകുട്ടി ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി എനിക്കും ഇത് പറ്റും എന്നുള്ള കാര്യം. എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളിൽ വികലാംഗർക്കുള്ള ക്ലാസ്സിൽ ഇടം പിടിച്ചു. പഠനം ആവേശത്തോടെയായിരുന്നു. കിട്ടാക്കനിയായ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു പിന്നീട്. 1-2മല്ല, 8ാം പക്കമാണ് ദുബായ് RTI കുഞ്ഞു ചാർലിക്ക് അമൂല്യമായ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് സമ്മാനിച്ചത്. ഇവിടെ RTIയിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങളെപ്പോലെ ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ഉള്ള ഒരു ടെസ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ടെസ്റ്റ് എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ 3 സ്റ്റുഡൻസിനെയും ഒരു RTIയുടെ ഒരാൾ ഫ്രണ്ടിലിരുന്നു കൊണ്ടാണ് ടെസ്റ്റ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ RTIയുടെ 3 ആൾക്കാരാണ് മെയിനായിട്ടുള്ള 3 ആൾക്കാർ വരും. 3 ആൾക്കാർ, ഒരാൾ ഫ്രണ്ടിലും ഇരിക്കും, 2 പേര് പുറയിലും ഇരിക്കും. എന്നിട്ടാണ് നമ്മളെ കൊണ്ട് അവർ ടെസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ അവർക്ക് തോന്നണം ആൾ വളരെ സെറ്റായ എന്ന് തോന്നിക്കഴിയുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഞാൻ കറക്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ 8ാമത്തെ ടെസ്റ്റിനാണ് കറക്റ്റ് പറഞ്ഞാൽ എനിക്കിവിടെ ലൈസൻസ് കിട്ടുന്നത്. ഓരോ കറക്റ്റ് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഇവിടുത്തെ ദുബായിലെന്ന് പറഞ്ഞാൽ 14,020 ദിറംസാണ് ഇവിടുത്തെ ഞാൻ ചിലവാക്കിയത് ഈ ലൈസൻസിനുണ്ട്. വാരാന്ത്യങ്ങളിൽ തിരക്കിട്ട പരിപാടികൾക്ക് സമയത്തോടിയെത്താൻ ഇനി ചാർലിക്ക് ആരുടെയും കൂട്ടുവേണ്ട.
ഹോണ്ട സിവിക്കിൽ ചാർലി തന്നെ വണ്ടി ഓടിച്ചെത്തും. മറ്റു വണ്ടികൾ പോലെയല്ല ഈ ഇവന്റ് മാനേജറുടെ വണ്ടി. കുഞ്ഞുകാലുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ കാറിൽ. എൻ്റെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം എൻ്റെ കാലിന് ഓൾറെഡി നീളക്കുറവാണ്. അപ്പം അതിൻ്റെ അനുസരിച്ചാണ് അതിലുള്ള സ്പെഷ്യൽ വണ്ടിയിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓൾറെഡി പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ പഠിച്ചത് നിസാൻ സണ്ണിയിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി വിചാരിച്ചു ഇനിയും പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ നിസാൻ സണ്ണി മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് പെഡലും ആക്സിലേറ്ററും ഇത് ഓട്ടോമാറ്റിക്കാണ്, സ്പെഷ്യലായിട്ട് ഇത് പിടിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് സാധാരണക്കാർ ഓടിക്കുന്ന ചവിട്ടുന്ന പെഡലിന് ആക്സിലേറ്ററിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് വേറൊരു പെഡലും ആക്സിലേറ്ററും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സ്പെഷ്യലായിട്ട് പിടിപ്പിച്ചിരിക്കുന്ന ഒരു UK, ഇവിടെ ദുബായിൽ ബേസ് ചെയ്യുന്ന ഒരു UK കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. അതിവിടെ RTIയുടെ അംഗീകാരമുള്ള ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ളൊരു കമ്പനിയിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. വിനയന്റെ അത്ഭുത ദ്വീപ്, വെള്ളി നക്ഷത്രം, വജ്രം, മയിലാട്ടം, മാമ്പഴക്കാലം തുടങ്ങിയ സിനിമകളിലും കുഞ്ഞിടം കണ്ടെത്തിയിട്ടുണ്ട് ഈ ദുബായ്ക്കാരൻ. 130 കിലോമീറ്റർ വേഗതയിൽ വരെ കാറോടിക്കുന്ന ചാർലിക്ക് ഏക ബുദ്ധിമുട്ട് പാർക്കിങ്ങുകളാണ്. വികലാംഗർക്കായുള്ള പാർക്കിങ്ങിനായി കുറെ വിയർപ്പൊഴുക്കിയ ചാർലി ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഒപ്പം സാലിക്കിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമോ എന്നും. വിഷമങ്ങളും കുറവുകളും ചിരിയിലൂടെ മറക്കാനാണ് ചാർലിയുടെ പോളിസി. 6 അടി പൊക്കമുള്ളവർ പോലും നിരവധി തവണ പരാജയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉള്ള പൊക്കം കൊണ്ട് വലുതാവുകയാണ് മജീഷ്യൻ ചാർലി.